المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പാപങ്ങളിൽ ഏറ്റവും കഠിനമായ പാപങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. അതിലേറ്റവും ഗുരുതരമായത് ഷിർക്കാണ് എന്ന് പറയുകയുണ്ടായി. അതിന്റെ കാരണം എന്താണ്, അതിന്റെ രഹസ്യം എന്താണ് എന്നാണ് വിശദീകരിച്ചത്. അതിനുശേഷം ഇമാം അവർകൾ പറയുന്നു, ഫലമ്മാ കാന അശ്ശിർകു അക്ബറ ഷൈഇൻ മുനാഫാതൻ ലിൽ അംരി അല്ലദീ ഖലഖല്ലാഹു ലഹു അൽ ഖൽഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതിന്റെ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായ കാരണത്താൽ, എതിരായ കാരണത്താൽ, ഏറ്റവും കൂടുതൽ എതിരായി നിൽക്കുന്നത് ഷിർക്കാണ് എന്നുള്ള കാരണത്താൽ, വഅമറ ലിഅജ്ലിഹി ബിൽ അംർ, എന്തിനാണോ സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടിച്ചത് അതേ കാരണത്തിനു വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ മുഴുവൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കാര്യത്തിനും എതിരാണ് ഷിർക്ക് എന്നുള്ളതിനാൽ കാന മിൻ അക്ബരിൽ കബായിരി ഇൻദല്ലാഹ്, ഷിർക്കാണ് കബായിറുകളിൽ ഏറ്റവും ഗുരുതരമായ കബീറത്ത്. അതായത് പാപങ്ങള് ചെറുതും വലുതുമാകാനുള്ള കാരണം ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. എന്തിനാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ എതിരാകുന്നത് എന്താണോ അത് ഏറ്റവും ഗുരുതരമാകും. ആ ലക്ഷ്യത്തിന് അതിനെതിരാകുന്നതിന്റെ വലുപ്പമനുസരിച്ച് പാപങ്ങളുടെ ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ആ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന്റെ കാര്യം അള്ളാഹുവിനെ അറിയുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നേരെ എതിരായി മാറുന്ന കാര്യമാണെന്ത്? ഷിർക്ക്. അതുകൊണ്ടാണ് ഷിർക്ക് എന്ത് ചെയ്യുന്നത്? ഏറ്റവും ഗുരുതരമാകുന്നത്. അതിനുശേഷം പറയുകയാണ് വകദാലികൽ കിബ്റു വതവാബിഉഹു കമാ തഖദ്ദം. അതേപോലെ തന്നെയാണ് കിബ്റും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളും, അഹങ്കാരവും അതിന് അനുബന്ധമായ കാര്യങ്ങളും അതേപോലെ തന്നെയാണ്, ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു.
فإن الله سبحانه خلق الخلق وأنزل الكتاب لتكون الطاعة له وحده. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചത്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം വഴിപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. സൃഷ്ടികൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. വശിർകു വൽ കിബ്റു യുനാഫിയാനി ദാലിക്. ശിർക്കും കിബ്റും ഇതിന് വിരുദ്ധമാകുന്ന കാര്യമാണ്. കാരണം ഇതിന്റെ തുടക്കത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ ഷെയ്ഖ് അവറുകൾ പറഞ്ഞിരുന്നു, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരാൾ അള്ളാഹുവിനോട് സ്വയം സാദൃശ്യനാകാൻ ശ്രമിക്കലാണ്, സമനാകാൻ ശ്രമിക്കലാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെ അള്ളാഹുവിനോട് തുല്യനാക്കുക എന്നുള്ളതാണ്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഷിർക്ക് എന്ന് പറയുന്നത്. കിബർ എന്നുള്ളത് ഒരാൾ സ്വയം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തണിയാൻ ശ്രമിക്കലാണ്. കിബിരിയ എന്നുള്ളത് അഹന്ത നടിക്കാൻ അർഹതയുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ അതിനൊരാൾ ശ്രമിച്ചാൽ അത് അള്ളാഹുവിനോട് സാമ്യമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതെന്താണ്? വലിയ ഗുരുതരമായ കാര്യമാണ്. അതേപോലെ ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയെ അള്ളാഹുവിന് തുല്യമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് അർഹതപ്പെട്ടിരിക്കുന്ന ഒരു ഇബാദത്ത് എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്ത ഈ ഒരു സൃഷ്ടി അള്ളാഹുവിനോട് അവൻ എന്ത് ചെയ്യുന്നു? സാമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാരണം. അപ്പൊ ഈ രണ്ടും എന്താണ്? ഏറ്റവും ഗുരുതരമായ പാപങ്ങളാണ്. വലിദാലിക ഹറമല്ലാഹുൽ ജന്നത അലാ അഹ്ലി ശിർക്ക് വൽ കിബ്ർ. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിന്റെ ആളുകളെയും കിബറിന്റെ ആളുകളെയും അവരെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ യദ്ഖുലുഹാ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിർ. ആരുടെ ഹൃദയത്തിലാണോ അഹന്തയുടെ, അഹങ്കാരത്തിന്റെ ഏറ്റവും ചെറിയ ഒരു തൂക്കം, ഒരു ഉറുമ്പിന്റെ കനം ഹൃദയത്തിൽ അഹന്തയുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ ആളായി മാറുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇത് എന്തൊരു കാര്യത്തിനാണോ മനുഷ്യൻ സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തിന് നേരെ വിപരീതമാകുന്ന രണ്ട് കാര്യങ്ങളാണെന്ത്? ഷിർക്കും അതേപോലെ തന്നെ അഹങ്കാരവും എന്നുള്ളത്. അതിനുശേഷം മറ്റൊരു അധ്യായത്തിൽ ഇമാം അവറുകൾ പറയുകയാണ്, വയലി ദാലിക ഫീ കിബരിൽ മഫ്സദ. മഫ്സദത്തിന്റെ വലിപ്പത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഫസാദും കുഴപ്പവും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഷിർക്കിലും അതേപോലെ തന്നെ അഹന്തയിലുമെല്ലാമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ ഫി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. അല്ലാഹുവിന്റെ മേൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്, ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറ്റകൃത്യമാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച്, നാമങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച്, സുഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ അഫആലുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് അറിവില്ലാതെ എന്ത് ചെയ്യുക? ഇതുപോലുള്ള വിഷയങ്ങളിൽ സംസാരിക്കുക. ഇത് ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്ന പാപമാണ്. വവസ്ഫുഹു ബിദിദ്ദി മാ വസഫ ബിഹി നഫ്സഹു വവസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവനെ സംബന്ധിച്ച് ഏതൊരു കാര്യമാണോ വിശേഷിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതിന് നേരെ വിരുദ്ധമായി അള്ളാഹുവിന് എന്ത് ചെയ്യുക? നാം വിശേഷണങ്ങൾ ചാർത്തുക. അള്ളാഹു അവനെ കുറിച്ച് ധാരാളം സുഫാത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നേരെ വിപരീതമായ സുഫാത്തുകൾ, വിശേഷണങ്ങൾ എന്ത് ചെയ്യുക? ഒരാൾ അള്ളാഹുവിന് ചാർത്തി കൊടുക്കുക. ഇത് വളരെ ഗുരുതരമായ പാപമാണ്. ഫഹാദാ അശദ്ദു ശൈഇൻ മുനാഖബതൻ വമുനാഫാതൻ ലികമാലി മൻ ലഹുൽ ഖൽഖ് വൽ അംർ. അള്ളാഹുവിന്റെ കമാലിയത്തിന്, സമ്പൂർണതക്ക് കടകവിരുദ്ധമാകുന്ന, എതിരാകുന്നതായ ഏറ്റവും കഠിനമായ പാപമാണിത്. അവന്റെ കയ്യിലാണ് എല്ലാവിധ സൃഷ്ടിപ്പിനുള്ള അധികാരവും കൽപ്പനകൾ നൽകാനുമുള്ള അധികാരം അവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സമ്പൂർണതയ്ക്ക് നേരെ വിപരീതമായ കാര്യമാണ് അവന്റെ കാര്യത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്.
വഖദ്ഹുൻ ഫീ നഫ്സിർ റുബൂബിയ്യതി വഖസായിസുർ റബ്ബി. റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ റുബൂബിയ്യത്തിന്റെ സിഫാത്തുകളുടെ വിഷയത്തിലെല്ലാം മോശം ചെയ്യലാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്യലാണ് ഇത് മുഖേന സംഭവിക്കുന്നത്. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, ഇവിടെ ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുന്നത് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇതിന്റെ വിശദീകരണത്തിൽ അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഒരു വേള ഷിർക്കിനേക്കാൾ ഗുരുതരമായതാണ് എന്ത്? അള്ളാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അസ്മാകളിൽ സുഫാത്തുകളിലെല്ലാം അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ള ഷിർക്കിനേക്കാളും എന്തായി മാറും? ഗുരുതരമായി മാറും. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സൂചന നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ദഹറ മിൻഹാ വമാ ബത്തൻ. തീർച്ചയായും എന്റെ റബ്ബ് ഫാഹിഷകളിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതിനെയും നിഷിദ്ധമാക്കിയിരിക്കുന്നു. വൽ ഇസ്മ വൽ ബഗ്യ, പാപങ്ങളും കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളെയും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ബിഗൈരിൽ ഹഖ്, ഹക്ക് കൂടാതെ, അർഹത കൂടാതെ അതിക്രമം കാണിക്കുക എന്നുള്ളത് അതും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, യാതൊരു തെളിവുമില്ലാത്ത, അല്ലാഹു ഒരു തെളിവും സമർപ്പിച്ചിട്ടില്ലാത്ത ഒന്നിന്, അതായത് ഷിർക്ക്, അല്ലാഹ് ആ രീതിയിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളതിനെയും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ മേൽ അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതും അല്ലാഹു ചെയ്തിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ശൈലി സാധാരണ രീതിയിൽ ഒന്നുകിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ആദ്യം പറയും, അതിനുശേഷം അതിന് താഴെ ഗൗരവമുള്ള കാര്യം പറയും, അതിനുശേഷം അതിനേക്കാൾ ഗൗരവമുള്ളത് പറയും. ഇതാണ് ഒരു ശൈലി. വേറെ ചില സമയങ്ങളിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞതിന് ആദ്യം പറയും, അതിനുശേഷം കുറച്ചുകൂടി ഗൗരവം കൂടിയതിനെ പറയും, അതിനുശേഷം കുറച്ചുകൂടി എന്ത് ചെയ്യും? ഗൗരവം കൂടിയതിനെ പറയും. ആ ഒരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം ചെറിയ പാപങ്ങളെ കുറിച്ച് സംസാരിച്ചു, മോശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമേറിയ മറ്റുള്ള ആളുകളോട് അതിക്രമം കാണിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ്. അതിനെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതിനുശേഷം അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം പറഞ്ഞു, എന്താണ്? ശിർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം പറഞ്ഞതാണ് എന്ത്? അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഷിർക്കിനേക്കാളും ഗുരുതരമായി മാറും എന്ത്? അറിവില്ലാതെ ദീനിയായ കാര്യങ്ങളിൽ സംസാരിക്കുക എന്നുള്ളത് അതിനേക്കാളും ഗുരുതരമായ കാര്യമാണ് എന്ന് ഈ ആയത്തിന് തെളിവ് പിടിച്ചുകൊണ്ട് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുകയാണ്. കാരണം എന്താണ്? അതിന്റെ പ്രശ്നം എന്താണ്? കാരണം ഒരാൾ ഷിർക്ക് ചെയ്താൽ ചിലപ്പോൾ അത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തിന്മയായിരിക്കാം. ആ തിന്മ ഒരു പക്ഷേ അവനിൽ മാത്രമായിരിക്കും കേന്ദ്രീകരിക്കുന്നത്, അവനെ വിട്ട് വേറൊരാളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. നേരെ മറിച്ച് ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു കാര്യം പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം അവനിൽ അത് സംഭവിച്ചിട്ടുണ്ട്, ആ തിന്മ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരിയല്ലാത്തതായ കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ സ്വയം പിഴച്ചു, മറ്റുള്ളവൻ പഴപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഗൗരവം എന്ത് ചെയ്തു? കുറച്ചുകൂടി അധികമായി എന്നുള്ളതിനാലാണ് ശിർക്കിനേക്കാളും ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം? ഗുരുതരമായിരിക്കാം അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, ഫഇൻ സ്വദറ ദാലിക അൻ ഇൽമിൻ ഫഹുവ ഇനാദുൻ അഖ്ബഹു മിന അശ്ശിർക്ക്. അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. അറിവോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക? മനഃപൂർവ്വം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അസ്മാകളിൽ, അവന്റെ സിഫാത്തുകളിൽ, അവന്റെ അഫ്ആലുകളിൽ എന്താണോ അവൻ പഠിപ്പിച്ചിരിക്കുന്നത് അതിന് വിരുദ്ധമായ കാര്യം ചെയ്യുക, പറയുക. ഇത് അഖ്ബഹു മിന അശ്ശിർക്ക്, ശിർക്കിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? ഖബീഹായി മാറി. വഅഅദമു ഇസ്മൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപമായി മാറും അത്. കാരണം ശൈഖ് അവറുകൾ വിശദീകരിക്കുകയാണ്, ഉദാഹരണ സഹിതം പറയുകയാണ്.
ഫഇന്നൽ മുശ്രിക്കൽ മുഖിറ ബിസിഫാത്തിർ റബ്ബി, അള്ളാഹുവിന്റെ സിഫാത്തുകളെ യഥാവിധം അംഗീകരിക്കുന്ന ഒരു മുശ്രിക്ക് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? യഥാവിധം അവൻ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹു എന്താണോ ആ സിഫാത്തുകളിലൂടെ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന ഒരാൾ അവൻ ഖൈറും മിനൽ മുഅത്തിലിൽ ജാഹിദി ലിസിഫാത്തി കമാലിഹി, അള്ളാഹുവിന്റെ സിഫാത്തുകളെ അംഗീകരിക്കുന്ന ഒരു മുശ്രിക്ക് അള്ളാഹുവിന്റെ കമാലിയായ സമ്പൂർണങ്ങളായ സിഫാത്തുകളെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ആളുകളെക്കാൾ എന്താണ്? ഖൈറായവനാണ്. കാരണം എന്താണ്? കമാ അന്ന മൻ അഖറ ലിമലികിൻ ബിൽ മുൽക്ക്, ഒരു മനുഷ്യനെ പോലെ. ആ മനുഷ്യൻ ഒരു രാജാവിന് അവന്റെ അധികാരത്തെ വകവെച്ചു കൊടുക്കുന്നു. ഒരു രാജാവ്, ആ രാജാവിന്റെ ആധിപത്യം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. വലം യജ്ഹദ് മുൽകഹു വലസ്ഫാത്തില്ലതി ഇസ്തഹഖ ബിഹൽ മുൽക്, ഇവൻ ആ രാജാവിന്റെ ആധിപത്യത്തെ നിഷേധിക്കുന്നില്ല. ആ രാജാവിന്റെ ആധിപത്യത്തിന് അനുയോജ്യമായിരിക്കുന്ന ഗുണഗണങ്ങളെയും ഇവൻ എന്ത് ചെയ്യുന്നില്ല? തള്ളിക്കളയുന്നില്ല. അതിനെ ഇവൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ലാകിൻ, പക്ഷേ ഈ മുശ്രിക് എന്താണ് ചെയ്യുന്നത്? ഇവൻ ചെയ്യുന്നു ജഅല മഅഹു ശരീകൻ ഫി ബഅദിൽ ഉമൂർ യുഖർരിബുഹു ഇലൈഹി, ആ മലിക്കിലേക്ക്, രാജാവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ രാജാവിന് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ രാജാവിന്റെ താഴെ ഒരാൾക്ക് കൊടുക്കുന്നു. ആ രാജാവിലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട് രാജാവിന് അർഹതപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവൻ രാജാവിന് താഴെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന ഒരാൾ ഖൈറും മിമ്മൻ ജഹദ സിഫാത്തിൽ മലികി, ആ രാജാവിന്റെ ഗുണഗണങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന ഒരാളെക്കാൾ എന്താണ്? ശ്രേഷ്ഠനാണ്. ഈ രാജാവിന്റെ ഗുണഗണങ്ങൾ അംഗീകരിക്കുന്നതായ ഒരു മുശ്രിക്ക് അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജാവിനുള്ള ബഹുമാനം കാരണത്താലാണ്, ആദരവ് കാരണത്താലാണ്, അവനിലേക്ക് അടുക്കണമെന്നുള്ള ലക്ഷ്യത്താലാണ്. നേരെ മറിച്ച് ഈ സിഫാത്തുകളെ തള്ളിക്കളയുന്ന ആളുകളോ, അവൻ ഈ രാജാവിന്റെ എല്ലാവിധ വിശേഷണങ്ങളെയും തള്ളിക്കളയുകയാണ്, അവനെ യഥാർത്ഥത്തിൽ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെയും അവന്റെ അഫ്ആലുകളെയും എല്ലാം നിഷേധിക്കുന്നതായ ഒരു മനുഷ്യൻ, ജാഹിദായ ഒരാൾ, കുഫർ ചെയ്യുന്ന ഒരാൾ, അള്ളാഹുവിന്റെ ഇസ്മുകളെ യഥാവിധം അവൻ അംഗീകരിക്കുന്നില്ല, അവൻ ശിർക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന്റെ അസ്മാകളുടെ കാര്യത്തിലും സിഫാത്തുകളുടെ കാര്യത്തിലും അവൻ തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ പഠിപ്പിച്ചിരിക്കുന്ന ഗുണങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഗുണങ്ങളെ യഥാവിധം അവൻ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ അംഗീകരിക്കാത്തവൻ എന്താണ്? അംഗീകരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവനേക്കാളും എന്താണ്? വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നയാളാണ്. വഹാദാ അംറുൻ മുസ്തഖിറുൻ ഫീ സാഇൽ ഫിത്രി വൽ ഉഖൂൽ, ബുദ്ധിയും അതേപോലെ തന്നെ പ്രകൃതിയാലുള്ളതായ മനുഷ്യന്റെ ബോധവുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അംഗീകരിക്കുന്ന കാര്യമാണ്. فأين القدح في صفات الكمال والجحد لها من عبادة واسطة بين المعبود الحق وبين العابد يتقرب إليه بعبادة تلك الواسطة إعظاما له وإجلالا. അള്ളാഹുവിന്റെ സിഫാത്തുകളെ, സമ്പൂർണങ്ങളായ ഗുണങ്ങളെ നിഷേധിച്ച് തള്ളുന്നവൻ എവിടെ നിൽക്കുന്നു? ആരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദാത്തുകൾ അവന് പുറമെ വേറൊരാൾക്ക്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇബാദാത്തുകൾ വേറെ ഒരാളുകൾക്ക് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അപ്പോ ഈ പറയുന്ന ശിർക്ക് ചെയ്യുന്നവനേക്കാളും ഗുരുതരമാണ് ആരുടെ കാര്യം? അള്ളാഹുവിന്റെ സിഫാത്തുകളെ യഥാവിധം അംഗീകരിക്കാത്തവന്റെ കാര്യം. ഇമാം അവറുകൾ പറയുകയാണ്, ഈ രോഗം അത് മരുന്നില്ലാത്ത രോഗമാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന ഈ ഒരു രോഗം, അള്ളാഹുവിന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ ഭാഗികമായിട്ട് നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്, നമ്മുടെ നാടുകളിലുള്ള അശ്അരികളെ പോലെ. അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ആളുകളുണ്ട്, അതിനെ വ്യത്യസ്ത അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, ഇത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഗുണമാണ് അള്ളാഹുവിന്റെ. അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കും, അത് അള്ളാഹുവിന് ചേർന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ്?
അങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സാമ്യമായി തീരും അള്ളാഹു. അതുകൊണ്ട് അവരതിനെ വ്യാഖ്യാനിക്കും. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് എന്തില്ല, യാതൊരു അർഹതയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണത്. അഫ്സഹുൽ അറബ്, അറബുകളിൽ ഏറ്റവും ഫസീഹായി, ഭംഗിയായി, ഏറ്റവും വ്യക്തമായി സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. ഒന്നാം ആകാശത്തേക്ക് ആരിറങ്ങി വരും? അള്ളാഹു ഇറങ്ങി വരും. സ്വഹാബികൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. താബിഈകളും തബഉ താബിഈങ്ങളും അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. അതിന് വിരുദ്ധമായി വേറൊരു വ്യാഖ്യാനം ആര് കൊടുത്തിട്ടില്ല? സലഫുകൾ കൊടുത്തിട്ടില്ല, സ്വഹാബികൾ കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ ചമക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏത് സിഫാത്തുകളാകട്ടെ, അവന്റെ വജ്ഹിനെ കുറിച്ച് പറഞ്ഞതാകട്ടെ, അവന്റെ യദിനെ കുറിച്ച് പറഞ്ഞതാകട്ടെ, അതേപോലെ അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് പറഞ്ഞ അർശിന്റെ മേലുള്ള ഇസ്തിവാഇനെ കുറിച്ച് ഏത് സിഫാത്തുകളെയും അംഗീകരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് അനുയോജ്യമായിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കറിയാൻ പാടില്ല. അതിന്റെ രൂപം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു പറയുന്നു, നാം എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഇതാണ് വിശ്വാസികൾക്ക് അനുയോജ്യമായിരിക്കുന്ന കാര്യം. വലിഹാദാ ഹഖല്ലാഹു അൻ ഇമാമിൽ മുഅത്തില ഫിർഔൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകളുടെ നേതാവ് ഇമാം ആരാണത്? ഫിർഔനാണ്. ഫിർഔനിനെ കുറിച്ച് അല്ലാഹു ഹിക്കായത്ത് നൽകിയത് കാണാം, ഉദ്ധരണി നൽകിയതാണ് ഖുർആനിൽ. അന്നഹു അൻകറ അലാ മൂസ മാ അഖ്ബറ ബിഹി മിൻ അന്ന റബ്ബഹു ഫൗക സമാവാത്ത്. മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണെന്ത്? അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറമാണ്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഫിർഔൻ അതിനെന്ത് ചെയ്തു? നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, യാ ഹാമാൻ, മന്ത്രിയെ വിളിച്ചിട്ട് പറയണം, അല്ലയോ ഹാമാൻ, ഇബ്നി ലി സ്വറഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ അസ്സമാവാത്ത് ഫഅത്വലിഅ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅظنഹു കാദിബാ. മൂസ അലൈഹിസ്സലാമിനെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഹാമാൻ, എനിക്കൊരു വലിയ ഗോപുരം ഉണ്ടാക്കി താട്ടെ, ഞാൻ ഈ ആകാശങ്ങളുടെ കാരണങ്ങൾ, അതിന്റെ ആ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ നിയന്താവിനെ ഞാനൊന്ന് എന്ത് ചെയ്യട്ടെ, അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മൂസ പറയുന്നത് കളവാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാമിനെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ ഉലൂവ് എന്നുള്ള സിഫത്തിനെയാണ് അവിടെ തള്ളിക്കളയുന്നത്. അള്ളാഹു ഉപരിലോകത്താണ്, അള്ളാഹു അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതിനെ ആര് തള്ളിക്കളയുകയാണ്? ഫിർഔൻ തള്ളിക്കളയുകയാണ്. വഹ്തജ്ജ ശൈഖ് അബുൽ ഹസൻ അൽ അശ്അരി ഫീ കുതുബിഹി അലൽ മുഅത്തില ബിഹാദിഹിൽ ആയ വഖദ് ദക്കർനാ ലഫ്ളഹു ഫീ ഗൈരി ഹാദൽ കിതാബ്. ഇമാം അവറുകൾ പറയുകയാണ്, അബൂ അൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ്, നമ്മുടെ നാടുകളിൽ അശ്അരിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ നേതാവായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ് ആര്? ഇമാം അശ്അരി റഹിമഹുല്ലാഹ്. ഇമാം അശ്അരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പഴയ കാലത്തുണ്ടായിരുന്ന ഇഅ്തിസാലിന്റെ മുഅ്തസിലി ചിന്താഗതികളെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ഖുല്ലാബി, അദ്ദേഹത്തിന്റെ വേറൊരു ഗുരുവായിരുന്നു. ഇഅ്തിസാലിന് ശേഷം അദ്ദേഹം സ്വീകരിച്ചൊരു മദ്ഹബാണ്, അതിനെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അവസാനം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പഠിപ്പിച്ചിരിക്കുന്ന, മുൻഗാമികളായ സലഫുകൾ പഠിപ്പിച്ചിരിക്കുന്ന ആദർശത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. ഈ കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഷെയ്ഖിന്റെ ഇബാറാത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയാത്തുകൾ തെളിവ് വെച്ചുകൊണ്ട് വൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ വശിർകു മുതലാസിമാൻ. അപ്പോ ഷിർക്കും അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളതും മുതലാസിമാനെയാണ്. അതായത് ഒന്ന് സംഭവിച്ചാൽ അതിന് എന്ത് ചെയ്യും? സമമായിട്ട് മറ്റൊന്നും ഉണ്ടാവും. ഷിർക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സംസാരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ ഷിർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സംസാരിക്കുമ്പോൾ അവന് എന്തു സംഭവിച്ചിരിക്കുന്നു? ഷിർക്കും. ഇത് രണ്ടും മുതലാസിമാൻ ആണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അപ്പോ ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഗൗരവം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദീനിൽ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും അനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുക, അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്
ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കും. സോഷ്യൽ മീഡിയയിൽ നിന്നും, പല ഗ്രന്ഥങ്ങളിൽ നിന്നും, ഇന്റർവ്യൂകളിൽ നിന്നുമെല്ലാം പല പല കാര്യങ്ങൾ എവിടെ നിന്ന് കേൾക്കണമെന്ന ബോധമില്ല. പലതും കേൾക്കും, പലതും മനസ്സിലാക്കും, എന്നിട്ട് പലതും എന്ത് ചെയ്യും, സംസാരിക്കും. അത് വളരെയധികം അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ശിർക്കിനേക്കാൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഗുരുതരമായി മാറാകുന്ന കാര്യമാണ്. അതിനുശേഷം ഇമാം ഓറുകൾ പറയുകയാണ്, വലമ്മാ കാനത് ഹാദിഹിൽ ബിദ്ഉ അൽ മുദില്ലതു ജഹലൻ ബിസിഫാത്തില്ലാഹ്, വഴിവിഴപ്പിക്കുന്നതായ ബിദ്അത്തുകൾ അത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള ജഹ്ല് കാരണത്താൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അജ്ഞത കാരണത്താൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളെയും സുഫാത്തുകളെയും എല്ലാം തള്ളിക്കളയുക എന്നുള്ളത് ശരിയായ നിലയിൽ മനസ്സിലാക്കാത്തത് എന്താണ്, ഒരു ബിദ്അത്താണ്. ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ എന്താണ്, അള്ളാഹുവിന്റെ സുഫാത്തുകളെ യഥാവിധം മനസ്സിലാക്കാത്ത കാരണത്താൽ ഉണ്ടാകുന്നതാണ്. വതക്ദീബൻ ബിമാ അഖ്ബറ ബിഹി അൻ നഫ്സിഹി, അള്ളാഹു അവന്റെ നഫ്സിനെ സംബന്ധിച്ച്, അവനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യാജമാക്കലാണ്, കളവാക്കലാണ്. വഅഖ്ബറ ബിഹി അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനാദൻ വജഹല, അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ, അതിനെയും കളവാക്കലാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, അതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്ത് പറയുന്നുവോ അതാണെന്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി. അതും വളരെ വ്യക്തമായ അറബി ഭാഷയിൽ ഞാൻ അവതരിപ്പിച്ചു തന്നു എന്നാണ് ആര് പറഞ്ഞത്, അള്ളാഹു പറഞ്ഞു തന്നത്. കെട്ടിക്കുടുക്കുകളൊന്നുമില്ല, വളരെ വ്യക്തമായ സ്പഷ്ടമായ ഭാഷയിൽ, കെട്ടിക്കുടുക്കുകൾ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അറബി ഭാഷയിൽ തന്നെ എന്ത് ചെയ്തത്, ഇറക്കിയത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനെ യഥാവിധം മനസ്സിലാക്കിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അള്ളാഹു ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒരു അർത്ഥവുമില്ലാത്ത കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ്, അത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന് യോജിച്ച കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പൊ അതിൽ നിന്ന് അതിനെ മാറ്റുക എന്നുള്ളത്, വേറൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ കളവാക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കലാണത്. കാനത്ത് മിൻ അക്ബരിൽ കബായിർ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ കബീറത്തുകളിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. വഇൻ ഖസ്റത് അനിൽ കുഫർ, കുഫർ സംഭവിക്കുകയില്ല എങ്കിൽ, കുഫറിന്റെ തൊട്ട് പറയാണെങ്കിലും എന്താണ്, വളരെ ഗുരുതരമായ കാര്യമാണ്. വകാനത് അഹബ്ബ ഇലയ്യ ഇലാ ഇബ്ലീസ് മിൻ കിബാരി ദുനൂബ്, ഇങ്ങനെ ബിദ്അത്തുകൾ ചെയ്യുന്നതാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇബ്ലീസിന് ഇഷ്ടം എന്താണ്, ആളുകളെ ഈ രീതിയിൽ ബിദ്അത്തുകളിൽ കൊണ്ടെത്തിക്കലാണ്. ദീനിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ, ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ ആളുകൾ ചെയ്യലാണ് ഒരു മനുഷ്യൻ മറ്റുള്ള പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ആർക്കിഷ്ടം, ഇബ്ലീസിന് ഇഷ്ടം. ഒരാൾ വിഭജിക്കുന്നതിനേക്കാൾ, മദ്യപിക്കുന്നതിനേക്കാൾ, അതെല്ലാം ഗുരുതരം തന്നെയാണ്, ഗുരുതരമായ പാപം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഇഷ്ടം ഇബ്ലീസിന് എന്താണ്, മനുഷ്യന്മാർ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, കമാ ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലരായ ആളുകൾ പറഞ്ഞു, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, പാപങ്ങളെക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് ബിദ്അത്തുകൾ ചെയ്യുന്നതാണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ, കാരണം പാപം ചെയ്താൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യും, അതിൽ തൗബ ചെയ്ത് മടങ്ങും. ഒരു കുറ്റകൃത്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാകും. പൊതുവെയുള്ള സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. ഒരു പാപം ചെയ്താൽ അവനെന്തുണ്ടാകും, മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ചെയ്തു പോയല്ലോ, പശ്ചാത്തപിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ബോധം ആർക്കുണ്ടാകും, പാപം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകും. സ്വാഭാവികമായിട്ട് അവൻ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ ശ്രമിക്കും. എന്നാൽ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, ബിദ്അത്തിൽ നിന്ന് എന്ത് ചെയ്യൂല, മനുഷ്യന്മാര് തൗബ ചെയ്യൂല. കാരണം ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധാരണ എന്താണ്, ഇത് ഏറ്റവും പുണ്യകരമായ കാര്യമാണെന്നാണ് അവന്റെ ധാരണ.
സ്വഹാബികളെ തെറി പറയുന്ന ആളുകൾ വരെയുണ്ട്, ബിദ്അത്തിന്റെ ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്ന, ചീത്ത പറയുന്ന മുബ്തദിഈകളുണ്ട്. ഷിയകളിൽപ്പെട്ട, റവാഫിളുകളിൽപ്പെട്ട ആളുകൾ. അവരുടെ വാദം എന്താണ്? അവർ ചെയ്ത് പുണ്യമാണ് എന്നുള്ളതാണ്. അവരതിൽ നിന്ന് ചെയ്യില്ല, തൗബ ചെയ്ത് മടങ്ങുകയില്ല. തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. എന്നാൽ ഒരാൾ മദ്യപിച്ചാൽ എന്ത് ചെയ്യും? അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാകും. അവന്റെ മനസ്സാക്ഷി അവന് സമ്മതിക്കില്ല തുടരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും അവൻ എന്ത് ചെയ്യും? തിരിച്ചു മടങ്ങിയേക്കും. പക്ഷെ ഈ ബിദ്അത്ത് എന്ത് ചെയ്യൂല, അതിൽ നിന്ന് മടങ്ങാൻ പലപ്പോഴും ആളുകൾ, അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. വഖാല ഇബ്ലീസ്, ഇബ്ലീസ് പറഞ്ഞതായിട്ട് കാണാം, അഹ്ലക്തു ബനി ആദമ ബിദ്ദുനൂബ്, പാപങ്ങൾ ചെയ്യിച്ചുകൊണ്ട് ഞാൻ മനുഷ്യ മക്കളെ നശിപ്പിച്ചു. മനുഷ്യരുടെ ഹൃദയത്തിൽ പാപം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ദുർബോധനങ്ങൾ കൊടുക്കും. അങ്ങനെ അവൻ പാപങ്ങൾ ചെയ്യും. ചിലപ്പോൾ മദ്യപിക്കും, ചിലപ്പോൾ വ്യഭിചരിക്കും, പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പക്ഷേ പാപങ്ങൾ അവൻ ചെയ്താലും അവൻ എന്നെ നശിപ്പിക്കും. എന്തുകൊണ്ട്? തൗബ ചെയ്തുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ എന്ത് ചെയ്യും? നശിപ്പിക്കും. അവൻ എത്ര പാപം ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യും? അവൻ തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ പറയും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ എന്നെ നശിപ്പിച്ചു കളയും, എന്നെ ദുഃഖത്തിലാഴ്ത്തു എന്ന് ഇബ്ലീസ് പറയുകയാണ്. എന്നാൽ ഫലമ്മാ റഅയ്തു ദാലിക, മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്ന കാരണത്താൽ എത്ര പാപം ചെയ്യിപ്പിച്ചാലും അവൻ എന്ത് ചെയ്യും? തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, തൗബ ചെയ്യുകയാണ്. തൗബ ചെയ്താൽ പാപം ചെയ്യാത്തവനെ പോലെയായി മനുഷ്യൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ എത്ര പാപം ചെയ്താലും അവൻ തിരികെ വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അക്കാരണത്താൽ ബസസ്തു ഫീഹിമുൽ അഹ്വാ, ഞാൻ അവരുടെ ഇടയിൽ എന്ത് ചെയ്തു? ഹവകൾ, ദുഷിച്ച ചിന്താഗതികൾ, ബിദ്അത്തിന്റെ ആശയങ്ങൾ നാം അവരിൽ എന്ത് ചെയ്തു? പ്രചരിപ്പിക്കുകയുണ്ടായി. ഫഹും യുദ്നിബൂന വലാ യതൂബൂൻ, അങ്ങനെ അവർ ഈ ബിദ്അത്തുകൾ മുഖേന പാപങ്ങൾ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നില്ല? മടങ്ങുന്നില്ല. ലിഅന്നഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, കാരണം അവന്റെ ധാരണ എന്താണ്? ഈ ബിദ്അത്തുകളിൽ ഏർപ്പെടുമ്പോൾ അവന്റെ ധാരണ അവൻ ചെയ്യുന്നത് വലിയ നന്മയാണ് എന്നുള്ളതാണ് അവന്റെ ധാരണ. അങ്ങനെ അവൻ എന്ത് ചെയ്യും? ആ ബിദ്അത്തുകളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കും. അവസാനം എന്ത് ചെയ്യും? ശിർക്കിലും കുഫറിലും വരെയും എത്തിപ്പെട്ടുകൊണ്ട് മരണമടയും. വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്നൽ മുദ്നിബ ഇന്നമാ ദററുഹു അലാ നഫ്സി, ഒരാൾ ഒരു പാപം ചെയ്താൽ അതിന്റെ പ്രയാസം അവനിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. വഅമ്മൽ മുബ്തദിഉ ഫദററുഹു അലൻ നൗ, മുബ്തദിഇനെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ സമൂഹത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? അതിന്റെ അപകടം ബാധിക്കുന്നു. വഫിത്നത്തുൽ മുബ്തദിഇ ഫീ അസ്ലിദ്ദീൻ, മുബ്തദിഇന്റെ ഫിത്ന, അവൻ ഉണ്ടാക്കുന്ന നാശം ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. വഫിത്നത്തുൽ മുദ്നിബി ഫി ശഹ്വ, പാപം ചെയ്യുന്നവൻ ഉണ്ടാക്കുന്ന ഫിത്ന അവന്റെ ഇച്ഛയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒതുങ്ങുന്നതാണ്. വൽ മുബ്തദിഉ ഖദ് ഖഅദ ലിന്നാസി അലാ സിറാത്തില്ലാഹിൽ മുസ്തഖീം യസുദ്ദുഹും അൻ, മുബ്തദി എന്ത് ചെയ്യും? ആളുകളുടെ അല്ലാഹുവിലേക്കുള്ള ശരിയായ റൂട്ടിൽ ഇരിപ്പുറപ്പിക്കും. എന്നിട്ട് അതിലേക്ക് ആളുകൾ ദഅവത്ത് ചെയ്യും, ബിദ്അത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുബ്തദി ചെയ്യുന്ന പണി അതാണ്. അവന് കുറെ സ്വീകാര്യതയുണ്ട്. ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യും? പല രീതികളിലുള്ള കുതന്ത്രങ്ങൾ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, റബീഉൽ അവ്വലായപ്പോഴത്തേക്കും എല്ലാവിധ രീതിയിലും ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. ഇപ്പൊ മുതൽ അവിടെ റോഡുകൾ ബ്ലോക്ക് ആയി തുടങ്ങി. അവിടെ എന്ത് ചെയ്തിട്ട് നമ്മുടെ വാടാനപ്പള്ളിയില് കുറ്റികൾ സ്ഥാപിച്ചിട്ട് ഇന്ന് വലിയ ബ്ലോക്കായിരുന്നു മഗ്‌രിബിന്റെ ടൈമില്. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? അതിന്റെ അപകടങ്ങൾ തുടങ്ങി. ഇവര് ഈ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടെയും എന്ത് ചെയ്യാണ്? ആളുകളെ പിഴപ്പിക്കാൻ ജനങ്ങളുടെ വഴിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. പല രീതികളിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ബിദ്അത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ പരിശ്രമിക്കുന്നു. വൽ മുദ്നിബു ലൈസ കദാലിക്, പാപം ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല. അവൻ ഒരു പാപം ചെയ്തു, അവൻ അവന്റെ വഴിക്ക് പോയി. വൽ മുബ്തദിഉ ഖാദിഹുൻ ഫി ഔസാഫിർ റബ്ബി വകമാലി, മുബ്തദി അല്ലാഹുവിന്റെ സമ്പൂർണ്ണങ്ങളായ സിഫത്തിലും അവന്റെ സമ്പൂർണതയിലും സിഫാത്തുകളിലെല്ലാം മോശം ചെയ്തയാളാണ്.
വൽ മുദ്നിബു ലൈസ കദാലിക്, പാപം ചെയ്യുന്നവനും അങ്ങനെ ചെയ്യുന്നില്ല. വൽ മുബ്തദിഉ യഖ്തഉ അലൻ നാസി ത്വരീഖൽ ആഖിറ, മുബ്തദിഅ ജനങ്ങളുടെ ആഖിറത്തിലേക്കുള്ള വഴി എന്ത് ചെയ്യുന്നു? മുറിച്ചു കളയുന്നു. വൽ ആസി ബതീഉ സൈരി ബിസബബി ദുനൂബി, എന്നാൽ ഒരു പാപിയും അതിന് ശ്രമിക്കുന്നില്ല. അവൻ ആ വഴിയിൽ പിന്നിലായിരിക്കും, അള്ളാഹുവിലേക്കുള്ള വഴിയിൽ എന്തായിരിക്കും? പിന്നിലായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ വഴിമുളക്കാനും എന്ത് ചെയ്യുന്നില്ല, അവൻ പോകുന്നത്. പക്ഷെ മുബ്തദിഅ ചെയ്യുന്നത് എന്താണ്? വളരെ ഗൗരവം നിറഞ്ഞിരിക്കുന്ന, അപകടം പിടിച്ചിരിക്കുന്നതായ പണിയാണ് ഒരു ബിദ്അത്തുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെയേറെ അപകടം പിടിച്ചതാണ്. ഇമാം അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, ബിദ്അത്തിന്റെ ഷർറുകൾ അന്ന ദററൽ ബിദ്അ യതഅദ്ദാ ഇലൻ നാസി വയഖ്തദൂ നബി, ജനങ്ങളിലേക്ക് വിട്ടുകടക്കും. പാപം ചെയ്യുന്ന ഒരാളെ പോലെയല്ല. ബിദ്അത്തിന്റെ ഷർറ് മറ്റുള്ള ആളുകളിലേക്ക് കടക്കും. മറ്റുള്ള ആളുകൾ ഈ ബിദ്അത്തിനെ പിന്തുടരാൻ തുടങ്ങും. ഖിലാഫൻ ലിൽ മഅസിയ, പാപം ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട്. കാരണം പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ അവന്റെ പാപം അവന്റെ നഫ്സിൽ തന്നെ ഒതുങ്ങുകയാണ്. അവൻ അതിലേക്ക് ചിലപ്പോൾ ജനങ്ങളെ ക്ഷണിക്കാൻ നിൽക്കുകയില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു? മുബ്തദിഅ അവൻ തെറ്റായ രീതിയിൽ വിശ്വസിക്കുകയും അതിലേക്ക് ആളുകളെ കൂട്ടാൻ ശ്രമിക്കുകയും എല്ലാം എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, വഅന്നഹു മൻ അൻകറഹാ ഫഹുവ മുൻകറുൽ ലിദ്ദീൻ, ഈ ബിദ്അത്തിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, എതിർത്താൽ എന്ത് ചെയ്യും? എതിർക്കുന്ന ആളുകളെ അവൻ എന്ത് ചെയ്യും? ആരോപണം ഉന്നയിക്കും. ഈ ബിദ്അത്തുകൾ തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ദീനില്ലാത്തവനാന്ന് പറയും. നമ്മുടെ നാടുകളിൽ നടന്നില്ലേ? കഴിഞ്ഞ ആഴ്ച സംഭവിച്ചില്ലേ? ബിദ്അത്തുകൾ ബിദ്അത്താണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ, ശിർക്കും തൗഹീദും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവർ മുസ്ലിമീങ്ങളല്ല എന്നുവരെയും പ്രഖ്യാപിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ വന്നു കഴിഞ്ഞു. ഇമാം അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ മുൻകറുകളെ എതിർത്ത് കഴിഞ്ഞാൽ, പാപങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യും? ആളുകൾ അതിനെ എതിർക്കാൻ ശ്രമിക്കും, അതിനെ തടുക്കാൻ ശ്രമിക്കും. പക്ഷെ ബിദ്അത്തുകളെ എതിർക്കുന്ന ആളുകളെ അവൻ പാപങ്ങൾ കണ്ടുമ്പോൾ തടുത്താൽ അവന് സൽപ്പേരെ ഉണ്ടാവുകയുള്ളൂ, അവന് ഇതിൽ ആക്ഷേപങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ബിദ്അത്തുകൾ ഒരാൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ എതിർക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? കാഫിറാക്കി കളയും. കമാ യുഖന്തിനൂന ബിഹി അൽആന ഫീ കിതാബിഹിം ഫീ കിതാബാതിഹിം വസുഹഫിഹിം വമുഅല്ലഫാതിഹിം, അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പേജുകളിലും കിതാബുകളിലുമെല്ലാം അവർ കുശുകുശുപ്പ് പറയുന്നത് പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ആളുകളെ സംബന്ധിച്ച് തൗഹീദ് പറയുന്ന ബിദ്അത്തുകളെ എതിർക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളല്ല എന്നെല്ലാം എന്ത് ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ. മാത്രമല്ല, വയസ്അമൂന അന്നല്ലദീ യുൻകിറുൽ ബിദ്അ ഹുവ മിനൽ ഖവാരിജ് ഔ മിനൽ മുതശദ്ദിദീൻ, ബിദ്അത്തുകളെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഖവാരിജികളാണ്, അവർ തീവ്രവാദികളാണ് എന്നൊക്കെ എന്ത് ചെയ്യും? അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇത് വളരെയധികം അപകടം പിടിച്ചിരിക്കുന്ന പണിയാണെന്ത്? ബിദ്അത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ സംബന്ധിച്ച് വിശ്വാസികൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇരിക്കലിന്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ നാടുകളിൽ ബിദ്അത്ത് വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിദ്അത്ത് എന്താണെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഉലമാക്കൾ പറയുന്നത് കാണാം, കുല്ലു അംരിൻ മിനദ്ദീനി മുഹദസ്, ദീനിലുള്ള എല്ലാ കാര്യങ്ങളും, ദീനിയായ കാര്യങ്ങളാണ് എന്തായി മാറുന്നത്? ബിദ്അത്തായി വരുന്നത്. ദീനിനെ പോലെ ഇരിക്കുന്ന കാര്യങ്ങൾ, ദീനല്ലാതെ ദീനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് എന്തായി മാറുള്ളൂ? ബിദ്അത്തായിട്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ മുഹദസാണത്, അത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ കാണിച്ചു തന്നതല്ല, നബിയോ സഹാബത്തോ കാണിച്ചു തരാത്ത പുതുതായി നിർമ്മിക്കപ്പെട്ട, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ദീനിയായിട്ട് ചെയ്യുന്ന സകല കാര്യങ്ങളും ആണ് ബിദ്അത്ത്. അത് ബിദ്അത്തായി മാറാൻ ചില നിബന്ധനകളുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഉജിദൽ മുഖ്തദീ ലഹു ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ഹബിഹി, ആ കാര്യം ചെയ്യാനുള്ള തേട്ടം ആരുടെ കാലത്തുണ്ട്? നബിയുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തുമുണ്ട്. ആ കാര്യം ചെയ്യാനുള്ള തേട്ടം നബിയുടെയും സഹാബത്തിന്റെയും കാലത്തുണ്ടായിരുന്നു. വലം യൂജദ് മാനിഉൻ യംനഉ മിൻഹു, അത് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്ന ഒരു തടസ്സവും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഒരാൾ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ളവരായിരുന്നു ആര്? സ്വഹാബികൾ. അപ്പോ
സ്വഹാബികൾ എന്ത് ചെയ്യുമായിരുന്നു? ദീനിയായിട്ട് പഠിപ്പിക്കപ്പെട്ട ഏത് കാര്യമാണെങ്കിലും അത് തേടി പിടിച്ച് അവർ ചെയ്യുമായിരുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് ഇല്ലാതിരുന്ന പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്യാനുള്ളതായ തേട്ട നബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്തുണ്ടായിരുന്നു. കാരണം ഈ പിന്നീട് വന്നിരിക്കുന്ന കാര്യം നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഈ നന്മ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ ആരാണ്? ആഗ്രഹിച്ചവരാരാണ്? സ്വഹാബികൾ. അതിനോടുള്ള തേട്ടം ആ കാലത്തുണ്ടായി. പക്ഷെ ചെയ്യാതിരിക്കാൻ ഒരു തടസ്സവും അവരുടെ കാലത്തുണ്ടായിരുന്നില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? ചെയ്തില്ല. ഇങ്ങനെ ഒരു തടസ്സവും ഉണ്ടാകാതിരുന്നിട്ടും അവരെന്ത് ചെയ്തില്ല? ആ കാര്യം ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്താണ്? ബിദ്അത്താണ്. ഉദാഹരണം പറഞ്ഞാൽ മൗലിദാഘോഷം തന്നെ എടുത്തോ. മൗലിദ് ആഘോഷിക്കുക എന്നുള്ള തേട്ടം എന്തിനാണ് ആളുകൾ മൗലിദ് ആഘോഷിക്കുന്നത്? പ്രതിഫലം കിട്ടാനാണ്. പ്രതിഫലം കിട്ടുക എന്നുള്ള തേട്ടം ആരുടെ കാലത്തുണ്ടായിരുന്നു? നബിയുടെയും സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ച ആളുകൾ. അവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും തടസ്സം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നോ? റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ വലിയ രീതികൾ പ്രചരണം നടത്തിക്കൊണ്ട് ആഘോഷങ്ങളും മൗലിദുകളും നടത്താൻ എന്തെങ്കിലും തടസ്സം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നോ? ഒരു തടസ്സം ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ട് അവരത് ചെയ്തോ? ചെയ്തില്ല. ചെയ്തില്ല എന്നുള്ളതിനാൽ അതെന്താണ്? ബിദ്അത്താണ്. സാധാരണ ഈ വിഷയത്തിൽ ധാരാളം വസ്വാസുകൾ ആളുകൾ ഉണ്ടാക്കലുണ്ട്. ഇതുപോലെ ഇപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് എന്ത് ചെയ്തു? ജമാഅത്തായിട്ട് കൊണ്ടുവന്നു. തറാവീഹ് നമസ്കാരം അതിനെ സംബന്ധിച്ചെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് നിർവഹിക്കാനുള്ള തേട്ടം നബിയുടെ കാലത്തുണ്ടായിരുന്നോ? അത് നിർവഹിക്കാനുള്ള ഒരു തേട്ടം നബിയുടെ കാലത്തുണ്ടായിരുന്നു. കാരണം അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അത് ചെയ്യാനുള്ള ഒരു തേട്ടം ഉള്ള ഒരു കാര്യമാണ്. പ്രവർത്തിച്ച എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടും. പക്ഷെ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അതെന്ത് ചെയ്തു? നിർവഹിക്കാതെ മാറ്റിവെച്ചു. കാരണം എന്താണ്? ഒരു തടസ്സം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്തായിരുന്നു തടസ്സം? അത് നിർബന്ധമാക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു നബിയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അത് നിർവഹിച്ചില്ല, നിർവഹിക്കാതെ മാറ്റിവെച്ചു. ആ തടസ്സം നീങ്ങിയപ്പോൾ ആര് ചെയ്തു? സ്വഹാബികൾ ചെയ്തു. നമ്മൾ പറഞ്ഞ എന്താണ്? അത് ചെയ്യാനുള്ള ഒരു തേട്ടവും ഉണ്ടായിരുന്നു, മുന്നിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നിട്ടില്ല, എന്നിട്ടും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം പിന്നീട് ചെയ്യൽ എന്താണ്? ബിദ്അത്താണ്. തറാവീഹിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള തേട്ടമുണ്ട്. പക്ഷേ അവരത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മുന്നിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ആ തടസ്സം നീങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ജമാഅത്തായിട്ട് അത് ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു. അത് ക്രോഡീകരിക്കാനുള്ള ഒരു തേട്ടം നബിയുടെ കാലത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? തേട്ടം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? നബിയുടെ മേലാണ് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടി നബിയുടെ കാലത്തുണ്ടോ? ഉണ്ടോ? ഖുർആൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടോ? ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കേണ്ട ഒരു ആവശ്യം അവിടെയില്ല. അതിലേക്കുള്ളൊരു തേട്ടം വരുന്നില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. യുദ്ധങ്ങൾ പലത് നടന്നു. ഖുർആൻ ഹിഫ്ള് ചെയ്തിരിക്കുന്ന ഹുഫാളുകൾ ധാരാളം ചെയ്തു, മരണപ്പെട്ടു. അപ്പൊ ഒരു പേടി വന്നു. എന്താണ്? ഇത് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നുള്ളതായ ഒരു പേടി വെക്കും. അന്ന് ഒരു തേട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ തേട്ടം എന്ത് ചെയ്തു? ഉണ്ടായി. നഷ്ടപ്പെട്ടു പോയേക്കുമെന്നൊരു തേട്ടം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ അപ്പൊ അത് ബിദ്അത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. നബിയുടെ കാലത്ത് ആ തേട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? ആ തേട്ടമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതിനെ പുതുതായി ഉണ്ടാക്കിയത്. ചെയ്യുന്ന ആളുകൾ സാധാരണ രീതിയിൽ മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ യഥാവിധം പരിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ യാതൊരുവിധ തെളിവുകളുമില്ല അവർക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പല രീതികളിൽ വസ്വാസുകൾ ഉണ്ടാക്കലുണ്ട്. ഇപ്പോ പുതുതായിട്ട് വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ലബനാനിലുള്ള ഒരു ഖുറാഫിയായ അറബി സംസാരിക്കുന്ന ഒരു ഖുറാഫി, അദ്ദേഹത്തിന്റെ ഒരു അറബി പ്രഭാഷണം ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവര് മൗലിദിനെ
ബിദ്അത്താണെന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല എന്നുള്ള കാരണത്താൽ ഒരു കാര്യം എങ്ങനെയാണ് ബിദ്അത്തായി മാറുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അവർ പള്ളിയിൽ ഉപയോഗിക്കുന്ന മെയ്ക്ക് നബി ചെയ്തതാണോ? അവരുപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ വർത്തമാനം പറയുന്ന ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ അവർ വസ്വാസുകൾ ഉണ്ടാക്കലുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അടുക്കൽ അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ ഇതിന്റെ നിർവചനത്തിൽ പറഞ്ഞതുപോലെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യങ്ങളിലാണ്, ആദാത്തുകളിലല്ല എന്ത് ചെയ്യുന്നത്, ബിദ്അത്ത് കടന്നു വരുന്നത്. ആദാത്തുകൾ അതിന്റെ അടിസ്ഥാനം എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദനീയമാണെന്നുള്ളതാണ്. മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഭൗതിക കാര്യങ്ങളുണ്ടല്ലോ, ഇതിന്റെ അടിസ്ഥാനം എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദനീയമാണെന്നുള്ളതാണ്. ഏതൊരു കാര്യമാണോ അള്ളാഹു റസൂൽ നിഷിദ്ധമാക്കിയത്, തെളിവ് ഇന്നത് നിഷിദ്ധമാണെന്ന് പറയാനുള്ള തെളിവ് വന്നത് എന്താണോ അത് മാത്രമേ എന്തുള്ളൂ. എന്തും നമുക്ക് ഭക്ഷിക്കാം, ഭക്ഷണം നിഷിദ്ധമാക്കിയ ഭക്ഷണം ഒഴികെ. എന്തു നമുക്ക് കുടിക്കാം, എന്താണോ കുടിക്കാൻ പാടില്ല എന്ന് തെളിവ് വന്നിരിക്കുന്നത് അത് മാത്രമേ നിഷിദ്ധമുള്ളൂ. ഏത് വാഹനവും നമുക്ക് ഉപയോഗിക്കാം, ഏത് വസ്ത്രവും ധരിക്കാം. നിഷിദ്ധമാക്കപ്പെട്ട ചില വസ്ത്രങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ ഇതുപോലുള്ള ഭൗതികമായ കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താ, ബേസിക് എന്താ, എല്ലാം അനുവദനീയമാണെന്നുള്ളതാണ്. ഏതൊന്നാണോ നിഷിദ്ധമാക്കിയത് അത്. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്താണ് സൃഷ്ടിച്ചതാണ്. അപ്പൊ ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അനുവദിയുള്ള കാര്യമാണ്. ഏതൊന്നും നിഷിദ്ധമാക്കിയോ അതൊഴികെ. അപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം നമുക്ക് അനുവദനീയമാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അഹ്ലുസുന്നയുടെ ഉലമാക്കളെല്ലാം ഏകോപിച്ചിരിക്കുന്ന ഖായിദയാണത്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അതാണോ? ദീനിന്റെ കാര്യത്തിലുള്ള ഖായിദ ഇബാദാത്തുകൾ മുഴുവനും നിഷിദ്ധമാണെന്നതാണ്. ഒരു ഇബാദത്തും പാടില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഏതൊഴികെ? അള്ളാഹുവും റസൂലും നിയമമാക്കി പഠിപ്പിച്ചതെന്ന ഇബാദത്തുകൾ ഒഴികെ. ഏതൊരു ഇബാദത്താണോ ചെയ്യാൻ അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചത് അത് മാത്രമേ ഇബാദത്തുകളിൽ എന്ത് ചെയ്യുള്ളൂ, അനുവദിക്കപ്പെട്ടതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇബാദത്തുകളും നിഷിദ്ധമാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല ഈ വിഷയത്തില്. എല്ലാ ഇബാദത്തുകളും നിഷിദ്ധമാണ്. അള്ളാഹുവും റസൂലും ഏതൊരു ഇബാദത്താണോ നിയമമാക്കിയത് ഒഴികെ. അതാണ് അതിന്റെ അടിസ്ഥാനം. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് അടിസ്ഥാനം എന്ന് പറയാൻ കാരണം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് ഈ ദീനിൽ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും പുതുതാക്കി കൊണ്ടുവന്നാൽ അതെന്താണ്, തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ നമ്മുടെ ദീനിയായ കാര്യങ്ങളിൽ സകലതും നിഷിദ്ധമാണെന്നുള്ളതാണ്. ഏതാണോ കൽപ്പനയുള്ളത്, പഠിപ്പിക്കപ്പെട്ടത്, അത് മാത്രമേ എന്തുള്ളൂ, അത് അനുവദനീയമുള്ള ഇബാദത്തുകളാണ്. അതല്ലാത്ത മുഴുവൻ എന്താണ്, നിഷിദ്ധമാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ വസ്വാസ്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് പറയുന്ന ആളുകൾ മുഴുവനും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്യുന്നു, മശ്റൂഇയ്യത്തായ ചില കാര്യങ്ങൾ എടുത്തു പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ശറഇൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്തു വേണം, നബിയെ സ്നേഹിച്ചിരിക്കണം. നബിയെ സ്നേഹിക്കാതെ ഒരു മനുഷ്യന് മുസ്ലിം ആകാൻ സാധിക്കുകയില്ല. സകലതിനേക്കാളും കൂടുതൽ അള്ളാഹുവിന് ശേഷം ഒരു മനുഷ്യൻ സ്നേഹിക്കേണ്ടത് ആരെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് നിർബന്ധമാണ്. ഇതില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മുസ്ലിം ആവാൻ തന്നെ സാധിക്കുകയില്ല. അപ്പോ സ്നേഹം എന്നുള്ളത് മശ്റൂഇയ്യത്താണ്. പക്ഷെ അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, അത് ശറഅക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അംഗീകരിക്കുന്ന ഒരു ഖായിദയുണ്ട്, നാം രാവിലെ നിന്ന് സംസാരിച്ചതാണ്. എന്താണ് ആ ഖായിദ? അന്ന മശ്റൂഇയ്യത ശൈഇ ബിഅസ്ലിഹി ലാ തസ്തൽസിമു മശ്റൂഇയ്യതഹു ബിവസ്ഫിഹി. ഒരു വസ്തു അതിന്റെ അടിസ്ഥാനം നിയമപരമാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ എല്ലാ രൂപങ്ങളും നിയമപരമാകണമെന്നില്ല. ഒരു വസ്തുവിന്റെ അടിസ്ഥാനം എന്താണ്, നിയമപരമാണ് എന്ന് തെളിഞ്ഞു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ആ കാര്യം എല്ലാ രീതികളിലും ചെയ്യാനുള്ള തെളിവാകുമോ? ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ
ഇറക്കിയിരിക്കുന്ന തുല്യതയില്ലാത്തൊരു സൂറത്താണെന്ത്? സൂറത്തുൽ ഫാത്തിഹ. അസ്സബുൽ മസാനി എന്നാണ് അതിന് പറഞ്ഞത്. ഓരോ നമസ്കാരത്തിൽ നാം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ശ്രേഷ്ഠതയുണ്ട് അതിന്. അതിന്റെ ശ്രേഷ്ഠത സ്ഥിരപ്പെട്ടതാണ്, അത് ശർആക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരാൾ പറയുകയാണ്, ഒരു യാത്ര തുടങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നു? ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫാത്തിഹ വിളിക്കുന്നു, എന്നിട്ട് ദുആ ചെയ്യുന്നു. ഇത് സുന്നത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ രൂപം എന്താ സ്ഥിരപ്പെടണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം. ഫാത്തിഹക്ക് ഈ ഒരു രൂപത്തിൽ ഉള്ള ഒരു ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ അതിന് തെളിവ് വേണം. ഒരാൾ ബാങ്ക് വിളിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു തുടങ്ങിയിരിക്കുന്ന ഓരോ സൂറത്തുകളും എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കത്തുകൾ ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? ബിസ്മില്ലാ കൊണ്ടാണ്. പല സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. പക്ഷേ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് നിയമപരമാണോ? ബാങ്ക് വിളിക്കാൻ ഒരാൾ വരുവാണ്, ബാങ്ക് വിളിക്കാൻ നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നിയമപരമാണോ? നിയമപരമല്ല. അപ്പോ അതിന്റെ അസുല് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ രൂപങ്ങളെല്ലാം അത് മുഖേന എന്ത് ചെയ്യണമെന്നില്ല, സ്ഥിരപ്പെടണമെന്നില്ല. അതിന് വേറെ തെളിവുകൾ വരേണ്ടതുണ്ട്. എന്നാൽ എന്ത് ചെയ്യുള്ളൂ? അത് സ്ഥിരപ്പെടുകയുള്ളൂ. അതല്ലാതെ എന്ത് ചെയ്യപ്പെടില്ല, സ്ഥിരപ്പെടും. ഇത് അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കായികയാണ്. ഇതേപോലെ തന്നെയാണ് ഇവർ പറയുന്നത് നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. സ്നേഹം എന്ത് തന്നെയാണ്? സ്ഥിരപ്പെട്ടത് തന്നെയാണ്, അത് നിർബന്ധം തന്നെയാണ്. പക്ഷേ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ട രൂപവും എന്ത് തന്നെയായിരിക്കണം? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച മാർഗത്തിലായിരിക്കണം. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അംഗീകരിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ, നബി പഠിപ്പിച്ചിരിക്കുന്ന വൃത്താന്തങ്ങൾ, വാർത്തകൾ സത്യപ്പെടുത്തുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ അള്ളാഹുവിന് ഇബാദാത്തുകൾ അർപ്പിക്കുന്നതിലൂടെ, നബി നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെടിയുന്നതിലൂടെ, ഇതിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.